ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. കൊച്ചെ, നിന്നെ ഞാൻ ഇനി വിളിക്കുകയല്ല കേട്ടോ. ഈ ക്രിസ്മസിന് നീ നാട്ടിൽ വന്നേക്കണം. 2 കൊല്ലമായില്ലേടി മോളെ നിന്നെ ഞാനൊന്ന് കണ്ടിട്ട്. നീ വന്ന് എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. എന്നേച്ചും മതി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. ഫോണിലൂടെ എബിയുടെ വാക്കുകൾ കാതിൽ വീണപ്പോൾ എന്ത് പറയണമെന്നറിയാതെ മെർലിൻ കുഴങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു. എന്നതാ എബിച്ച ഞാനിപ്പോ പറയണ്ടേ? എന്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയി. അനിയത്തെ ആണെങ്കിൽ 2ാമത്തെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. പോരാത്തതിന് അവക്ക് കൊടുക്കാൻ ബാക്കിയുള്ളതൊക്കെ ഇത്തവണയേലും കൊടുക്കണമെന്ന് അവളുടെ അമ്മായിയമ്മ അമ്മച്ചിയെ വിളിച്ച് പ്രത്യേകം പറഞ്ഞേക്കുവാ. അതുമല്ല, അനിയനെ ഇപ്രാവശ്യം എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കണമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞായിരുന്നു. അഡ്മിഷന് കാശ് ഇത്ര ചെലവാകുമെന്നാ. ഞാൻ നാട്ടിൽ വന്നാ ഇതെല്ലാം നടക്കുവോ? അതേടി, നീ വന്നാ ഒന്നും നടക്കത്തില്ല. നിന്റെ അനിയത്തി ഇപ്പൊ 2 പെറ്റില്ലേ. അനിയൻ ചെക്കനെ കൂടെ പഠിപ്പിച്ച് എഞ്ചിനീയറോ കളക്ടറോ ആക്ക്. എന്നേച്ച് നീ വരുന്നവരെ എബി ഇവിടെ ഇരിക്കണമെന്നാണോ? ഒന്നോ രണ്ടോ അല്ല, കൊല്ലം 10ആയി നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ അമ്മച്ചിയാണെങ്കിൽ നിന്റെ അമ്മച്ചിയെ പോലല്ല, വയസ്സും പ്രായവും ഒക്കെ ആയി. കഴിഞ്ഞ ദിവസം കുളിമുറിയിൽ ഒന്ന് തെന്നി വീണായിരുന്നു. വീട്ടിലെ കാര്യം നിനക്കറിയാലോ. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് എന്നാ ചെയ്യാനാകും? അയ്യോ എബിച്ച, അമ്മച്ചിക്ക് എന്താ പറ്റിയേ? ശരിക്കും സങ്കടം വന്നു. മെർലിൻ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എബിച്ച, എന്നെ വിട്ടു പോയിക്കോളാൻ. എന്നേച്ച് വേറെ കെട്ട്. ഈ വയസ്സുകാലത്ത് അമ്മച്ചിയെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിലും ഭേദം അതാ. ഓ, നീ പറഞ്ഞത് കൊണ്ടാണോ ഇത്രയും നാള് ഞാൻ കെട്ടാതിരുന്നേ? നിന്നെ സ്നേഹിച്ച പോലെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേടി പുല്ലേ. അല്ലാതെ എബിച്ചിന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നെ വലിച്ച് മനസ്സിൽ കയറ്റിയവനാ ഈ ഞാൻ. നീ ഇപ്പൊ വലിയ നേഴ്സായി, ഗൾഫിൽ ജോലിയായി. പിന്നെ എന്നാ വേണം? നിന്റെ വീടും വീട്ടുകാരും രക്ഷപ്പെട്ടു. ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നാ ഇനി പറയാതിരുന്നാ ശരിയാവത്തില്ല. നിന്റെ വീട്ടുകാര് കേൾക്കാതെ നാട്ടുകാര് നിന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കറവപ്പശു. നിന്റെ വീട്ടുകാർക്കാണെങ്കിൽ അതൊന്നും കേട്ടാ ഒരു കൂസലുമില്ല. അതിന് നാണവും മാനവും ഉണ്ടെങ്കിലല്ലേ കൊച്ചെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവസാനം ജീവിതം പോകുന്നത് നിന്റെ ആയിരിക്കും. നിന്നെ സ്നേഹിച്ചു പോയെന്ന് പറഞ്ഞ് ഞാൻ ഈ ജന്മം ഇങ്ങനെ ഉരുകിത്തീരേണ്ടി വരും. അത് നീ ഓർത്തോ. എന്തായാലും ഞാൻ ഫോൺ വെച്ചേക്കുവാ. ക്രിസ്മസിന് നീ ഇങ്ങ് വന്നേക്കണം. ബാക്കിയൊക്കെ അപ്പൊ പറഞ്ഞാ മതി. എബി ഫോൺ കട്ട് ചെയ്തു. കുറച്ചു സമയം എന്ത് ചെയ്യണമെന്ന് മെർലിന് ഒരു പിടിയും കിട്ടിയില്ല. ക്രിസ്മസിന് ഇനിയും മാസങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ തനിക്ക് ഉറപ്പായും ലീവ് കിട്ടും. കാരണം കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ താൻ ഒറ്റ പ്രാവശ്യമാണ് നാട്ടിൽ പോയത്. അതും 45 ദിവസത്തെ ലീവിന്. ആദ്യമൊക്കെ എബിച്ചനെ കാണാത്തതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അത് ശീലമായി. ഇവിടുത്തെ 12 മണിക്കൂർ ഡ്യൂട്ടിക്കിടെ വേറെ ഒന്നും ഓർക്കാൻ നേരമില്ലാതായി. അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന പരാതിക്കും സങ്കടത്തിനും ഇടയിൽ താൻ തളർന്നു. പൈസ ഉണ്ടാക്കാൻ മാത്രം ശ്രദ്ധ. ശരിക്കും അവർക്കൊക്കെ എന്താണ് പറ്റിയത്? ആവശ്യത്തിന് പൈസ കിട്ടി തുടങ്ങുമ്പോൾ ആളുകൾ ഇങ്ങനെ മാറുമോ? താൻ പഠിച്ചിരുന്ന കാലത്ത് എന്നും അപ്പച്ചൻ പണിക്ക് പോകുമായിരുന്നു. പക്ഷെ താൻ ഗൾഫിൽ വന്ന ശേഷം പണിക്ക് പോയതായി കേട്ടിട്ടില്ല. അനിയത്തിയുടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യനുമായി അവൾക്ക് ചുറ്റിക്കളി ഉണ്ടായിരുന്നെന്ന് പിന്നെയാണ് അറിഞ്ഞത്. ഒരു ദിവസം അമ്മച്ചി വിളിച്ചിട്ട് അവളുടെ കല്യാണം വേഗം നടത്തിയില്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അനിയനും കണക്കാണ്. മൊബൈൽ, ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് ഒരുപാട് ആവശ്യങ്ങളുമായി വന്നവൻ. എന്തെങ്കിലും എതിര് പറഞ്ഞാൽ ചേച്ചിയോടല്ലാതെ ആരോടാ ഞാൻ പറയാനുള്ള ഒരു മറുപടിയും കരച്ചിലും. പിന്നെ മറുത്തൊന്നും പറയാൻ തോന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും താൻ പൈസ ഉണ്ടാക്കുന്ന യന്ത്രം പോലെയായി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ പോലും ആരും പറഞ്ഞില്ല തന്റെ കല്യാണത്തെക്കുറിച്ച്. ഇതിനിടയിൽ എബിച്ചൻ മാത്രമായിരുന്നു ഒരു ആശ്വാസം. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. തന്റെയും എബിച്ചന്റെയും കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എബിച്ചനെ ഭയങ്കര സ്നേഹമായിരുന്നു തന്റെ അമ്മച്ചിക്ക് പോലും. ഇപ്പോൾ ആ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല. തന്നെ എബിച്ചൻ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും കിട്ടില്ല എന്നതായിരിക്കും അതിന് കാരണമെന്ന് തനിക്ക് നന്നായിട്ടറിയാം. തന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന തന്റെ എബിച്ചിനെ ഇനിയും നശിപ്പിക്കാൻ പാടില്ല എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേ ദിവസം ജോലിത്തിരക്ക് ഇത്തിരി കൂടുതലായിരുന്നു. ഇടയ്ക്കൊന്ന് മൊബൈൽ നോക്കിയപ്പോഴാണ് കണ്ടത് വീട്ടിൽ നിന്ന് 3 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. പുതിയ ആവശ്യങ്ങൾക്കാകും എന്നറിയാവുന്നത് കൊണ്ട് ഡ്യൂട്ടി തീരുന്നത് വരെ അവൾ തിരിച്ചു വിളിച്ചില്ല. രാത്രിയായപ്പോൾ അവൾ അപ്പന്റെ ഫോണിലേക്ക് വിളിച്ചു. മോളെ, നീ എന്നെ എടുക്കുവായിരുന്നടി. എത്ര നേരമായി ഞാൻ കിടന്ന് വിളിക്കുവായിരുന്നെന്ന് അറിയുവോ? പണിയായിരിക്കും അല്ലയോ? അന്ന് അപ്പച്ചൻ ചോദിച്ചപ്പോൾ നിനക്ക് സുഖമാണോ മോളെ എന്നൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനൊരു വാക്കേ അവൾ കേട്ടതില്ല. ഉള്ളിലുള്ള വിഷമം മറച്ചു പിടിച്ച് അവൾ ചോദിച്ചു, എന്നതാ അപ്പച്ചാ കാര്യം? ഡ്യൂട്ടിയിലായിരുന്ന കൊണ്ടാ കണ്ടില്ലായിരുന്നു. ഒന്നുമില്ലാടി കൊച്ചേ, ഇനിയിപ്പോ ചൂടുകാലം വരാൻ പോവുകയല്ലേ. മുൻപത്തെ പോലൊന്നുമല്ല നമ്മുടെ നാട്. എന്നാ ചൂടാണെന്നറിയാവോ? രാത്രി ഉറങ്ങാൻ ഒക്കുകയില്ല.
നമ്മുടെ ജോർജിന്റെ വീട്ടിൽ ഇന്നലെ പോയപ്പോ അവിടെ ഒരു AC വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതേ കൂട്ടൊരെണ്ണം നമുക്കും കൂടെ വാങ്ങണം. നീ എന്നാ പറയുന്നു? നീ എപ്പോഴേലും വരുമ്പം നിനക്കും കിടക്കാലോ. ഒരു 25,000 രൂപ നീ ഇങ്ങ് അയച്ചുതാ. ഇത് കേട്ടതും അതുവരെ മറച്ചു പിടിച്ച മെർലിന്റെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടി പുറത്തേക്ക് ചാടി. ഒരെണ്ണം മതിയോ അപ്പച്ച? ഡൈനിങ് ടേബിളിലും ബാത്റൂമിലും കൂടി ഓരോന്നായാലോ? അപ്പൊ പിന്നെ ഏതു നേരവും വിയർക്കാതിരിക്കാം. ദേഷ്യം കൊണ്ട് അവൾ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പച്ചൻ എന്നാ അറിഞ്ഞിട്ടായി വർത്താനം പറയുന്നേ? ഞാൻ ഇവിടെ പൈസ കൊഴിച്ചെടുക്കുകയാണെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നേ? 8 മണിക്കൂർ ജോലി, 4 മണിക്കൂർ അധിക സമയം കൂടി നിന്നിട്ടാ ഓരോന്ന് പറയുമ്പം പൈസ അയക്കുന്നത്. ആദ്യമായിട്ടായിരുന്നു അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം. ഒന്ന് ഞെട്ടിയെങ്കിലും അയാൾ പറഞ്ഞു, അതെന്നാ വർത്താനാടി നീ പറയുന്നേ? അപ്പച്ചനും അമ്മച്ചിക്കും വയസ്സായി, ഇനിയേലും ഇത്തിരി മനസമാധാനത്തോടെ കിടന്നുറങ്ങണ്ടേ? അപ്പച്ചനൊരു കാര്യം ഓർക്കണം, നിങ്ങളെക്കാളും പ്രായമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ഉറങ്ങുന്നില്ലേ? പോരാത്തതിന് കെട്ടുപ്രായം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന പെൺപിള്ളാരാരെങ്കിലും ആ വീട്ടിലൊക്കെ ഉണ്ടോന്നൊന്ന് അന്വേഷിച്ചു നോക്കോ. കൊല്ലം കുറേയായി അപ്പച്ച ഞാൻ ഈ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. പുതിയ വീട് വെച്ചില്ലേ, അനിയത്തിയെ കെട്ടിച്ചില്ലേ, അനിയനെ പഠിപ്പിക്കുന്നില്ലേ, കാശിന്റെ പ്രശ്നമൊക്കെ തീർന്നിട്ട് കാലം കുറച്ചായി. എന്നിട്ടെങ്കിലും എന്നെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടോ? എന്റെ മനസ്സ് കാണാൻ ആരേലും ഉണ്ടോ? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അപ്പച്ചന്റെ ശബ്ദം അവൾ ഫോണിലൂടെ കേട്ടു. എന്നാടാടി നീ പറയുന്നേ? നിനക്ക് അതിന് അധികം പ്രായമൊന്നും ആയില്ലല്ലോ. 31 പറയുന്നത് ഒരു വയസ്സാണോടി? നിന്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോ എപ്പോഴേലും നിനക്ക് ചെക്കനെ കിട്ടും. പിന്നെ അന്നാടി ഒരു കുഴപ്പം? ശരിയാ അപ്പച്ചൻ പറഞ്ഞത്, ചെക്കനെ കിട്ടും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിവാഹ മാർക്കറ്റിൽ പെണ്ണിനൊരു വിലയുമില്ലെന്നറിയാലോ. അപ്പച്ചൻ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇനിയും ഒരു 5 കൊല്ലം കൂടി എന്നെ ഇട്ട് പണിയെടുപ്പിക്കാം. എന്നിട്ട് ഗൾഫിൽ ജോലിയുള്ള RC യുവതിക്ക് വരനെ ആവശ്യമുണ്ട്, കൊണ്ടുപോകും, സാമ്പത്തികം പ്രശ്നമല്ല എന്നൊരു പത്രപരസ്യം കൊടുക്കാം. അപ്പൊ പിന്നെ ഏതേലും ഒരു മധ്യവയസ്കനോ രണ്ടാം കെട്ടുകാരനോ വരും. അയാളെയും കൂടെ പിടിച്ച് കൂടെ നിർത്തിയാ പിന്നെ എല്ലാം ശരിയായി. ഇത് കേട്ടതും അയാൾക്ക് ദേഷ്യം കൂടി. നിന്റെ ഉള്ളിലിരിപ്പ് എന്നാന്ന് ഞങ്ങൾക്കൊക്കെ നല്ല പോലെ അറിയാടി. ആ എബിയുടെ കൂടെ പോകാനല്ലേ? അവൻ നല്ലവനാണെന്ന് നിന്നോടാരാടി പറഞ്ഞേ? അവനെപ്പറ്റി കേൾക്കുന്നതൊന്നും നിന്നോട് പറയാൻ കൊള്ളുകയല്ല. അവനെ കേട്ടാന്നോർത്ത് എന്റെ മോൾ ഇരിക്കണ്ട. നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു നിലയിലാക്കിയത് ഞാനാ. എന്റെ അധ്വാനം വേറൊരുത്തൻ തിന്നണ്ട. തീറ്റിക്കത്തില്ല ഞാൻ. സമയമാവുമ്പോ നിനക്കുള്ള ചെക്കനെ ഞാൻ കണ്ടെത്തി തരും. അല്ല പിന്നെ. അത് കേട്ടതും എത്ര പിടിച്ചു നിർത്തിയിട്ടും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമ്പോൾ എനിക്ക് ചിലവിനുള്ള കാശ് അയച്ചു തന്നത് അപ്പച്ചനിപ്പം കൊള്ളരുതാത്തവൻ എന്ന് പറയുന്ന ആ എബിച്ചനാ. അന്നൊക്കെ എബിച്ചൻ കൊള്ളായിരുന്നു. ആ മനുഷ്യനെ എന്തേലും പറഞ്ഞ അപ്പച്ചന് ദൈവദോഷം കിട്ടും. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേറെ കെട്ടാൻ എബിച്ചനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും ആ പാവം എനിക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നേ. ഇനി എനിക്കതിനെ വിഷമിപ്പിക്കാൻ വയ്യപ്പച്ച. ഞാനൊരു പെണ്ണല്ലേ. കുടുംബവും കുട്ടികളുമായി ജീവിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചേക്കുവാ. ഈ ക്രിസ്മസിന് വരാൻ വേണ്ടി ഞാൻ ലീവിന് എഴുതി കൊടുക്കാൻ പോവുക. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ എബിച്ചൻ കെട്ടിയാലും ഇപ്പൊ എങ്ങനെയാണോ ഞാൻ ഈ കുടുംബം നോക്കുന്നത് അതുപോലെ തന്നെ അപ്പച്ചനെയും അമ്മച്ചയെയും ഞാൻ നോക്കും. കൂടുതലൊന്നും പറയാനില്ല, ഫോൺ വെക്കുക. പറഞ്ഞു തീർന്നതും അവൾ ഫോൺ കട്ട് ചെയ്ത് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. പിറ്റേന്ന് തന്നെ അവൾ ലീവിന് എഴുതി കൊടുത്തെങ്കിലും മനസ്സ് നിറയെ സങ്കടമായിരുന്നു. ഇതുവരെ അപ്പച്ചനോടും മറ്റുള്ളവരോടും സ്നേഹത്തോടല്ലാതെ സംസാരിച്ചിട്ടില്ല. ലീവ് അനുവദിച്ച് കിട്ടിയാൽ അപ്പച്ചനെ കൂടി ഒന്ന് വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് AC വാങ്ങാനുള്ള പൈസ അയച്ചു കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. എബിയെ വിളിക്കാൻ പല പ്രാവശ്യം ഫോൺ എടുത്തെങ്കിലും വെറുതെ ആ പാവത്തിനെ കൂടി ഇത് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. ലീവ് കിട്ടിയാൽ ആദ്യം എബിച്ചനോട് തന്നെ പറയണം. ആൾക്കത് വലിയ സന്തോഷമാകും. എന്തായാലും ലീവ് കിട്ടിയിട്ട് വിളിക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. 2 ആഴ്ച പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കടന്നുപോയി. പെട്ടെന്ന് ഒരു ദിവസം കൂടെ ജോലി ചെയ്യുന്ന കൊച്ചാണ് പറഞ്ഞത്, മെർലിൻ ചേച്ചിയുടെ ലീവ് ശരിയായിട്ടുണ്ടെന്ന്. ക്രിസ്മസിന്റെ തലേ ദിവസം വീട്ടിലെത്താമെന്ന് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. വിവരം അത്രയും പെട്ടെന്ന് എബിയെ വിളിച്ചു പറയാൻ അവൾ ഫോൺ എടുത്ത് ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഫോൺ തുറന്നതും അതിൽ ആദ്യം വന്നത് എബിയുടെ ഒരു മെസ്സേജ് ആയിരുന്നു. അവൾ അത്ഭുതപ്പെട്ടുപോയി. ഇതുവരെ എബിച്ചൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഒരു ചെറിയ കാര്യം കൂടി പറയാൻ വിളിക്കുകയാണ് പതിവ്. തന്റെ ശബ്ദം കേൾക്കാൻ കൊതിയായിട്ടാണ് അതെന്ന് തനിക്ക് തന്നെ അറിയാം. പക്ഷെ വന്നിരിക്കുന്ന മെസ്സേജിന് നീളം കൂടുതലായിരുന്നു. നെഞ്ചിടിപ്പോടെ അവൾ അത് വായിക്കാൻ തുടങ്ങി. എടി കൊച്ചേ, സുഖമാണോടി നിനക്ക്? നിന്നെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഓർത്തു വിളിച്ചായിരുന്നു നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ലെന്ന്. മിനിയാന്ന് നമ്മുടെ അന്നാമ്മയുടെ മനസ്സമ്മതമായിരുന്നു. അന്ന് പള്ളിയിൽ വെച്ച് നിന്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും കണ്ടായിരുന്നു. എന്നതാടി അവർക്കൊക്കെ പറ്റിയേ? ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. നീ അവിടെ പണിയെടുക്കുന്ന കാശൊക്കെ എനിക്ക് അയച്ചു തരുവാന്നാ പറയുന്നേ. അതും ആ പള്ളിയിലുള്ളവർ മുഴുവൻ കേൾക്കെ. നിന്നെ ഞാൻ കെട്ടിയ അവര് കുടുംബത്തോടെ വിഷം മേടിച്ച് തിന്ന് ചാകുമെന്ന് വരെ പറഞ്ഞു. നിന്നെ എനിക്കറിയാം.
അവർക്ക് വിഷമം ഉണ്ടാകുന്നതൊന്നും നീ ചെയ്യില്ലെന്ന്. പക്ഷെ അത് കേട്ട് അന്ന് തളർന്നതാ എന്റെ അമ്മച്ചി. ഈ നേരം വരെ എന്നോട് മിണ്ടിയിട്ടില്ല. അവസാനം കുടുംബക്കാര് കൂടി ഒരു തീരുമാനമെടുത്തു. ഇപ്രാവശ്യം പിടിച്ചു നിൽക്കാൻ എനിക്ക് ആയില്ലടി കൊച്ചെ. നമ്മുടെ മഠത്തിലുള്ള സിസിലിയെ നീ അറിയില്ലായോ? അതിനാ തന്തയും തള്ളയും ഒന്നുമില്ല. അത്യാവശ്യം കാണാനും കൊള്ളാം. വയ്യാത്ത എന്റെ അമ്മച്ചിയെ അവള് പൊന്നുപോലെ നോക്കുമെന്നാ എല്ലാരും പറയണേ. നിന്നെ കെട്ടാനുള്ള യോഗം എനിക്കില്ലടി മോളെ. ഇനിയും അമ്മച്ചിയുടെ കണ്ണീര് കാണാൻ വയ്യാത്തോണ്ട് ഞാൻ സമ്മതിക്കാൻ പോവാ. ക്രിസ്മസിന് നീ വരില്ലാന്നറിയാം. ചിലപ്പോൾ ക്രിസ്മസിന് മുമ്പ് കല്യാണം ഉണ്ടാകും. ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിച്ചേക്കണേ കൊച്ചെ. നിന്റെ പാവം എബിച്ചിനല്ലയോടി ഇത്. നീയും നിന്റെ വീട്ടുകാരും എന്നും നന്നായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. കണ്ണു നിറഞ്ഞ് അവൾക്ക് ചുറ്റുപാടുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. മൊബൈൽ താഴെ വീണ് ചിതറി. കണ്ണിൽ ഇരുട്ട് കയറി. പിന്നോട്ട് മറിയാൻ തുടങ്ങുമ്പോൾ തന്റെ നേർക്ക് ആരൊക്കെയോ ഓടി വരുന്നത് ഒരു സ്വപ്നം പോലെ മെർലിൻ കാണുന്നുണ്ടായിരുന്നു.